ഈശോ ഒലിവ് മലയിലേക്ക് പോയി അവിടെ നിന്ന് അതിരാവിലെ ദേവാലയത്തിൽ വന്നു. ജനക്കൂട്ടം മുഴുവനും അവന് ചുറ്റും കൂടി. ഈശോ ഇരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഫരീസയരും നിയമജ്ഞരും ഒരു പാപിനിയെ ഈശോയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, മോശെ കൽപ്പനയനുസരിച്ച് ഇവളെ കല്ലെറിയണമെന്നാണ് നിയമം. അങ്ങ് എന്താണ് പറയുന്നത്? ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവരത് ചോദിച്ചെങ്കിലും ഈശോ ഒന്നും മിണ്ടാതെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഈശോ മുഖമുയർത്തി അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ആ നിമിഷം ആ മനസാക്ഷിയുള്ള ജനം, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരും കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയി. ഈശോ അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈ നോമ്പ് കാലത്ത് നമ്മളോട് ഈശോ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. നമുക്ക് ചുറ്റുമുള്ളവരോട് ഇപ്രകാരം പറയാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിച്ചാൽ അതുതന്നെയല്ലേ ഏറ്റവും വലിയ തപസ്സും പ്രായശ്ചിത്തവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നമുക്കിന്ന് തീർച്ചയായിട്ടും ആ വചനം അനുസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാം, നന്മ ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ.